അന്താരാഷ്ട്ര യാത്രാരംഗത്ത് ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന വിമാനത്താവളമാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ ദുബായ് വിമാനത്താവളത്തിലൂടെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഇന്ത്യക്കാരാണ് എന്നതുമാണ് ശ്രദ്ധേയം. യാത്രക്കാരുടെ എണ്ണത്തിൽ സ്വന്തം വാർഷിക പ്രവചനത്തെയും കോവിഡ് വ്യാപനത്തിന് മുമ്പുള്ള ട്രാഫിക്കിനെയും മറികടന്നതായും വിമാനത്താവളം അധികൃതർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. 2023 ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് 86.9 ദശലക്ഷം യാത്രക്കാരാണ്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും 31.7% വർധനവാണ് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്നത്. കോവിഡിന് മുൻപ് 2019 രേഖപ്പെടുത്തിയ യാത്രക്കാരുടെ എണ്ണത്തേക്കാൾ 86.4 ദശലക്ഷം, അതായത് 1% താഴെയാണിത്. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ എയർപോർട്ട് വഴി മൊത്തം 45.4 ദശലക്ഷം യാത്രക്കാരാണ് കടന്നുപോയത്. 7.8 ദശലക്ഷം യാത്രക്കാരുമായി നാലാം പാദത്തിലെ ഏറ്റവും തിരക്കേറിയ മാസമായി ഡിസംബറും മാറി. നാലാം പാദത്തിൽ മൊത്തം 22.4 ദശലക്ഷം യാത്രക്കാരുണ്ടായി. അതായത് കഴിഞ്ഞ വർഷത്തെ നാലാം പാദത്തെ അപേക്ഷിച്ച് 13.8% വളർച്ച. 2023 കണക്കുപ്രകാരം 104 രാജ്യങ്ങളിലെ 262 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് 102 അന്താരാഷ്ട്ര കാരിയറുകൾ ദുബായ് വിമാനത്താവളം വഴി ബന്ധിപ്പിക്കപ്പെട്ടു. മൊത്തം 11.9 ദശലക്ഷം യാത്രക്കാരുമായി ഇന്ത്യയാണ് ദുബായ് വഴി കടന്നുപോയ യാത്രക്കാരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 6.7 ദശലക്ഷം യാത്രക്കാരുമായി സൗദി അറേബ്യയും 5.9 ദശലക്ഷം യാത്രക്കാരുമായി UK തൊട്ടു പിന്നിലുമുണ്ട്. പാകിസ്ഥാൻ ആകട്ടെ 4.2 ദശലക്ഷവും, US 3.6 ദശലക്ഷവും, റഷ്യ 2.5 ദശലക്ഷവും, ജർമ്മനി കൂടെ തന്നെയുണ്ട് 2.5 ദശലക്ഷം എന്നിവയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത്. 2023 ദുബായ് വിമാനത്താവളം മൊത്തം 77.5 ദശലക്ഷം ലഗേജുകൾ പ്രോസസ്സ് ചെയ്തു. ഇത് എയർപോർട്ടിൽ ഒരു കലണ്ടർ വർഷത്തിൽ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഉയർന്ന ലഗേജുകളാണ്. ലഗേജ് വോളിയത്തിൽ വർഷം തോറും 24.6% വർധനവുണ്ടായിട്ടും ദുബായ് വിമാനത്താവളം വിജയനിരക്ക് 99.8% നിലനിർത്തി. ചുരുക്കം യാത്രക്കാരുടെ ലഗേജുകൾ മാത്രമാണ് തെറ്റായി കൈകാര്യം ചെയ്തിട്ടുള്ളൂവെന്നും ഇവർക്ക് അർഹിച്ച നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടെന്നും ദുബായ് വിമാനത്താവളം അധികൃതരും അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.